ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ സമൂസ ഷീറ്റ് വെച്ചിട്ട് എങ്ങനെ ഇറച്ചി ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ ഒന്നെങ്കിൽ മൈദ കുഴച്ച് പരുത്തി ഷീറ്റാക്കിയിട്ട് അല്ലെങ്കിൽ മൈദ കലക്കി ദോശ പോലെ ചുട്ടെടുത്തിട്ടൊക്കെ അല്ലേ ചട്ടിപ്പത്തിരി ചുടൽ. അപ്പോൾ കുറച്ച് ഇടങ്ങേറായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ സമൂസ ഷീറ്റ് വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ ഞാൻ ഫില്ലിംഗ് ഉണ്ടാക്കാൻ പോവാണ്. അതിനു വേണ്ടി ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇട്ടെടുക്കുന്നത് ഒരു 4 സവാള, പിന്നെ ചെറുതാക്കി അരിഞ്ഞ പച്ചമുളക്, കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് സോഫ്റ്റാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിൻ്റെ പേസ്റ്റും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തെടുത്ത് ഒന്നും കൂടെ നല്ലോണം സോഫ്റ്റാക്കി എടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കുറവ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇടാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നല്ലോണം തന്നെ ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ ബീഫാണ് ചേർത്തെടുക്കാൻ പോകുന്നത്. ഉപ്പും മുളകും മഞ്ഞളോട്ട് ഒരു 3-4 വിസിലിട്ട് വേവിച്ചെടുത്ത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്ത ബീഫാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഫില്ലിങ്ങിലേക്ക് ബീഫ് ചേർത്തെടുക്കുമ്പോൾ ബീഫ് ഫുള്ളായിട്ടും നമ്മൾ സാധാരണ ഒരു 8 വിസിലൊക്കെ ഇട്ടിട്ടില്ലേ ബീഫ് വേവിച്ചെടുക്കൽ, അത്ര ഒന്നും വിസിലിട്ട് എടുക്കണ്ട കേട്ടോ. അങ്ങനെ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് വല്ലാണ്ട് അടിഞ്ഞു പോകും. അപ്പോൾ എന്താക്കുക, ഒരു 3-4 വിസിലിട്ട് മാത്രം വേവിച്ചെടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് ഒരു കൈപ്പിടി നിറച്ചും മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ട് കേട്ടോ. ഇനിതാ ഞാനൊരു 2 മുട്ട എടുത്തിട്ടുണ്ട്, അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് 2 മുട്ട പോരാൻ തോന്നിയതിനെ കൊണ്ട് ഞാൻ ഒരു മുട്ടയും കൂടെ ഏടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 3 മുട്ടയും ഒരു 1/4 കപ്പ് പാലും കൂടെ ഏടാക്കിയിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പോട്ട് എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ സമൂസ ഷീറ്റും കൂടെ എടുത്തിട്ട് കേട്ടോ. അപ്പോൾ സമൂസ ഷീറ്റ് എടുത്തിട്ട് ഞാൻ ആദ്യം തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സമൂസ ഷീറ്റിന് കുറച്ച് നീളം അധികം അതിനെക്കൊണ്ട് ഞാൻ ഇതിൻ്റെ സൈഡ് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് സമൂസ ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിൻ്റെ ബാക്കി കഷ്ണങ്ങളാട്ടോ ഇത്. ഇനി ഞാൻ ഈ പോട്ടിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ലൂക്ക് വാം വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഓരോ സമൂസ ഷീറ്റും ആദ്യം തന്നെ ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സമൂസ ഷീറ്റ് ഒന്ന് നല്ലോണം സോഫ്റ്റായി കിട്ടും. അതിനു വേണ്ടിയാണ് ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മുട്ടൻ്റെ മിക്സിലേക്ക് മുക്കിയെടുത്തിട്ട് നമ്മളെ പോട്ടിലേക്ക് സാധാരണ ചട്ടിപ്പത്തിരിൻ്റെ തോലൊക്കെ വെച്ചെടുക്കുന്ന പോലെ തന്നെ ഷീറ്റ് വെച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്കിതിങ്ങനെ സെറ്റാക്കി കൊടുക്കാം, ഓരോന്നും വെച്ചിട്ട്. അങ്ങനെ ബാക്കി എല്ലാ ഷീറ്റും ഇങ്ങനെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഫസ്റ്റത്തെ ലെയർ ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ബീഫിൻ്റെ ഫില്ലിങ്സ് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഫില്ലിംഗ് ഒന്നും ഇതിലേക്ക് ഈ ടൈമിൽ വെച്ചെടുക്കണമെന്നില്ല, കാരണം നമ്മളിത് ലെയറായി വെക്കുന്നതിനനുസരിച്ച് ഓരോ ലെയറിലും ഫില്ലിങ്സ് വെക്കേണ്ടിയല്ലേ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഒരുപാട് വെക്കണ്ട, കുറച്ച് ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ ആവുന്ന രീതിയിൽ കുറച്ചിച്ച് വെച്ചെടുത്താൽ മതി കേട്ടോ. ഇനി അടുത്ത ലെയർ നമ്മളിപ്പോൾ ചെയ്ത അതേ പ്രൊസീജിയറിൽ തന്നെ സെക്കൻഡ് ലെയറും അടുത്ത ലെയറും കൂടെ നമ്മളിതാ ചെയ്തെടുക്കാൻ പോവാം. ആദ്യം നമ്മൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ മുക്കുക, പിന്നെ മുട്ടൻ്റെ മിക്സിലും കൂടെ മുക്കിയെടുത്തിട്ട് നമുക്കിതിലേക്ക് വെച്ചെടുക്കാം. എന്നിട്ട് ഞാനിതാ അതിൻ്റെ മുകളിലേക്ക് ഫില്ലിങ്സ് വെച്ചതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അത് ഇതിൻ്റെ സൈഡിലൂടെയും എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ കുറച്ച് ചോദിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും മുട്ടൻ്റെ മിക്സ് ആയിക്കില്ലെങ്കിൽ അവിടെയും കൂടെ എത്താൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഞാനിതാ അടുത്ത ലെയർ വെച്ചെടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത ഭാഗമില്ലേ, അത് വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ അത് ഓരോ ചെറിയ പീസസ് നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ആദ്യം ഇളം ചൂടുള്ള വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് മുട്ടയിൽ വെക്കുക, എന്നിട്ട് ഇതേപോലെ അങ്ങനെ വെച്ചെടുക്കട്ടോ.
അങ്ങനെ ഇതാ നമ്മളെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ടോട്ടൽ ഒരു 5 ലെയറിൽ ചെയ്ത് കൊടുത്ത് കിട്ടോ. പിന്നെ ലാസ്റ്റത്തെ ലെയറിൻ്റെ മുകളിൽ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതേപോലെ നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ കുറച്ച് ചെറിയ ഭാഗങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഉള്ളിലോട്ടേക്ക് ഒന്നിങ്ങനെ മടക്കി വെച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന മുട്ടൻ്റെ മിക്സില്ലേ, നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് അത് ഇതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും സൈഡിൽ ചെറിയൊരു ഹോൾസ് പോലത്തെ ഉണ്ടാവില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ മുട്ട ഇറങ്ങി പോയിക്കോളൂ കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ താഴെ എവിടെയെങ്കിലും മുട്ടൻ്റെ എത്താത്തൊരു ഭാഗം ഉണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോയിട്ട് ഇതങ്ങ് ഫില്ലായിക്കോളും. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ സ്റ്റൗ ടോപ്പിൻ്റെ മുകളിലേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു തട്ട് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സെറ്റാക്കിയതും കൂടി വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒരു 45 മിനിറ്റ് വരെ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. ഇനി നമുക്കിതാ വേറൊരു പാനിലേക്ക് നെയ്യ് നേരത്തെ നമ്മളാക്കിയ പോലെ തന്നെ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് നമ്മളെ ചട്ടിപ്പത്തിരി ഒന്ന് തിരിച്ചിട്ടെടുത്തിട്ട് വേവിച്ചെടുക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഇതാ ഒന്നുമില്ല, അത് പോട്ടിൻ്റെ മുകളിലേക്ക് പാന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടെടുത്താൽ സുഖമായിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതൊരു 15 മിനിറ്റും കൂടെ ഒന്നും കൂടെ മൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ ചട്ടിപ്പത്തിരി നല്ല കറക്റ്റ് സെറ്റായിട്ട് കിട്ടി കേട്ടോ. ഇപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചട്ടിപ്പത്തിരി കിട്ടിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ എല്ലാം കഴിഞ്ഞ് നോമ്പുറക്കാൻ നേരത്താട്ടോ ഇത് കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെതാണ് മുകളിൽ കാണുന്ന ഈ ഒരു കുറച്ച് നേരം വെച്ചതിൻ്റെ ആണ് കേട്ടോ, ഒരു ചുളിവ് പോലെ. ബാക്കിയൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചട്ടിപ്പത്തിരി ഇരിക്കുന്നത്. ഈ ഇറച്ചി ചട്ടിപ്പത്തിരി ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പരത്തേണ്ടതും ദോശ ചൂടിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ അധികം ആൾക്കാരും ഇത് ഉണ്ടാക്കാൻ മടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സമൂസ ഷീറ്റ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് നിങ്ങൾ കാണുന്നില്ലേ, നല്ല കറക്റ്റ് നമ്മളെ ലെയറൊക്കെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടെക്സ്ചറിൽ തന്നെ നമ്മൾ ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിക്കിട്ടോ. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങളൊരു പ്രാവശ്യം ഇതേപോലെ വീട്ടിലുണ്ടാക്കി വെക്കാം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചട്ടിപ്പത്തിരി ഇരിക്കുന്നതും. അതേപോലെ നിങ്ങൾക്ക് ബീഫ് ഫില്ലിങ്ങിന് പകരം ചിക്കന് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. സെയിം മസാലയ്ക്ക് ചിക്കൻ പൊരിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വീട്ടിൽ എന്തായാലും നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് വെക്കുക. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.